ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷം. നോമ്പായിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. നോമ്പിന്റെ ആദ്യമൊക്കെ ഓരോരോ തിരക്കുകളായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാന്ന് വെച്ചാലേ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും നോമ്പിന് ഉണ്ടാക്കാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാലേ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാൻ ഒറ്റക്ക് തന്നെ കഴിച്ചു തീർക്കേണ്ടി വരും. മക്കളൊന്നും കഴിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ചോറും കൂട്ടാനും കൊണ്ട് വെക്കാറുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ അരിയൊക്കെ അരച്ച് മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. മാവൊക്കെ നന്നായിട്ട് നിറച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയൊക്കെ ചുട്ടി പിന്നെ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷമ്മാമ്മയുടെ ജ്യൂസൊക്കെ അടിച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒറ്റക്കാവുമ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കാനും തോന്നില്ല, അത് കഴിക്കാനും തോന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മക്കളെന്താ കഴിക്കാതാണ് ഞാനും ഉണ്ടാക്കുക. പിന്നെ ഈ നോമ്പ് പറഞ്ഞാൽ ചായയും കടിയും കുടിക്കാൻ എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. മക്കളെ പോലെ തന്നെ ചോറ് കഴിക്കാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഒന്നും കഴിക്കാതെ നമ്മൾ കുറെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ബാങ്കൊക്കെ വിളിച്ച് ഞങ്ങൾ നോമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളെ വീട്ടിലെ നോമ്പ് തുറയുടെ വിശേഷം. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.